ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ഒരു ക്യാരറ്റ് മിൽക്ക് ജ്യൂസാണ്. അതിനാവശ്യമായ 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്കായ വേണം ചതച്ചത്. പിന്നെ 1/2 ലിറ്റർ പാല്, നല്ല തണുപ്പിച്ച പാലാണ്. പിന്നെ ആവശ്യമാണ് നമുക്ക് മധുരത്തിന് തേനാണ് ഉപയോഗിക്കുന്നത്. തേനില്ലെങ്കിൽ പഞ്ചസാരയും ഉപയോഗിക്കാം. ഇതൊരു ഹെൽത്തി ജ്യൂസ് ആയ കാരണം തേനാണ് നല്ലത്. ഇനി കുക്കർ എടുക്കാം. ഒരു കുക്കർ എടുത്ത ശേഷം അതിലേക്ക് നമുക്കിത് കട്ട് ചെയ്ത് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒന്ന് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ മതിയാവും. അത് കഴിഞ്ഞ ശേഷം നന്നായി തണുപ്പിച്ച ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതിനുശേഷം തണുപ്പിച്ച് വെച്ച പാല് അതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് തേന് ഉപയോഗിക്കാം. തേനില്ലെങ്കിൽ പഞ്ചസാരയും ഉപയോഗിക്കാം. ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. ഇനി നന്നായി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒരു സിമ്പിളായിട്ടുള്ള ജ്യൂസാണ്, അതേപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുമാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ജ്യൂസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്യാരറ്റ് മിൽക്ക് ജ്യൂസ്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. തേനിൻ്റെയും ക്യാരറ്റിൻ്റെയും പാലിൻ്റെയും ഏലക്കായൻ്റെയും പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതേപോലെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്. ഇത് കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് അടിക്കണം മറക്കരുതേ. ഇതേപോലെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോസുമായി കാണാം.